ആക്ച്വലി നല്ല വിഷമമുണ്ട്, അത്രയും കാശ് 10,000 കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ നമുക്കിനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാം. അർമാനീൻ്റെ ഒക്കെ ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഗീവൻഷിൻ്റെ ലിപ്സ്റ്റിക് ഡൺ, നമുക്ക് കളയാം. ഓക്കെ, ഹലോ. സോ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്തിനാണ് ഒരുപാട് ചാർജ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈ എൻഡ് ബ്രാൻഡിൽ വരുന്ന ലിപ്സ്റ്റിക്കുകളാണ്. അപ്പം ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്, 3,000, 4,000, 5,000. പ്രശ്നമില്ല, ബിക്കോസ് ഇതെന്തായാലും ഞാൻ ഒഴിവാക്കാൻ വെച്ചതാണ്. ഇതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമുക്കിപ്പം ഒരു ബ്രൈഡിന് കുറച്ചല്ലേ നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ എന്നാണ് അധിക പേര് പറയുന്ന ഒരു ഡയലോഗും. ഒരു ബ്രൈഡിന് കുറച്ചേ യൂസ് ചെയ്യുള്ളൂ, പക്ഷേ നമുക്കിപ്പോൾ എക്സ്പയറി ആവുന്ന സമയത്ത് അധിക പ്രൊഡക്റ്റും ഇതുപോലെ, ഇതാകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അധിക പ്രൊഡക്റ്റും ഇതുപോലെ ഒരുപാട് ബാലൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളെ സേഫ്റ്റി, നിങ്ങളെ സ്കിന്നെ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമല്ല, നിർബന്ധമായും നമ്മളിതൊക്കെ എക്സ്പയറി കഴിഞ്ഞാൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് നിങ്ങളെ സ്കിന്നിനെ കേടാക്കും. അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചാർജ് ചെയ്താൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതുപോലെ എടുത്തിട്ട് കളയാൻ പറ്റണമെങ്കിൽ ആ ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. കണ്ടോ, ഇത് മൊത്തം ഞാനിപ്പോൾ ഒഴിവാക്കും. ഡിയോർ, അർമാനി, അതുപോലെ വേറെയും കുറേ ബ്രാൻഡ്സിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് സൂം ചെയ്യുമോ ക്യാമറ? അങ്ങനെ കണ്ടോ, കുറേ ബ്രാൻഡ്സിൻ്റെ ഫൗണ്ടേഷനും സാധനങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൊത്തം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്.